അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെയും ചൈനയെയും വിശേഷിപ്പിച്ചത് നരകക്കുഴി എന്നാണ്. എന്തടിസ്ഥാനത്തിലാണ് ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ലോകത്തെ നിയന്ത്രിക്കുന്നത് ഞാനാണെന്ന് അഹങ്കരിക്കുന്ന വ്യക്തി ഇന്ത്യ എന്ന രാജ്യത്തെ ഇത്തരത്തിൽ വിശേഷിപ്പിച്ചതെന്ന് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല. മോദി സമ്മതിക്കുന്നുണ്ടോ ഇന്ത്യ നരകക്കുഴിയാണെന്ന്? അതുകൊണ്ടാണോ പ്രതികരിക്കാത്തത്? കേരളത്തിലെ മാത്രമല്ല, ഇപ്പൊ ഇന്ത്യയിലെ തന്നെ എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കുമ്പോഴും, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ഒരു പരാമർശം വരുമ്പോൾ എന്തുകൊണ്ടാണ് മോദി ഇങ്ങനെ മൗനമായി തന്നെ തുടരുന്നത്? രാജ്യത്തെ ജനങ്ങളുടെ വികാരത്തെ മാനിക്കാത്ത ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്കാകെ അപമാനകരമായി മാറുകയാണോ എന്നൊരു സംശയം രാജ്യത്തെ ജനങ്ങൾ ഉന്നയിച്ചാൽ അതിൽ ആരെയും കുറ്റം പറയാൻ കഴിയില്ല. പ്രധാനമന്ത്രിക്ക് എന്തൊക്കെ ഒളിക്കാനുള്ളത്? അല്ലെങ്കിൽ ട്രംപുമായുള്ള വിഷയത്തിൽ, അല്ലെങ്കിൽ ട്രംപിനെതിരെ സംസാരിച്ചാൽ പ്രധാനമന്ത്രി അടക്കം പെട്ടുപോകുമെന്ന് BJPക്ക് അറിയാം. പ്രധാനമന്ത്രി വാ തുറക്കാത്ത പക്ഷം, നമുക്കറിയാം കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ മാധ്യമങ്ങളോട് പോലും സംസാരിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് പേടിയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെയും ചൈനയെയും വിശേഷിപ്പിച്ചത് നരകക്കുഴി എന്നാണ്. എന്തടിസ്ഥാനത്തിലാണ് ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ലോകത്തെ നിയന്ത്രിക്കുന്നത് ഞാനാണെന്ന് അഹങ്കരിക്കുന്ന വ്യക്തി ഇന്ത്യ എന്ന രാജ്യത്തെ ഇത്തരത്തിൽ വിശേഷിപ്പിച്ചതെന്ന് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല. പക്ഷെ അതിൻ്റെ ഏറ്റവും നിർഭാഗ്യകരമായൊരു വശം, രാജ്യത്തെ ജനങ്ങൾ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ വിവാദ പരാമർശത്തിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുമ്പോൾ, കാരണം രാജ്യത്തെ സാധാരണക്കാരായ പൗരന്മാർക്ക് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ ഇപ്പോൾ ഉള്ള ഏക മാർഗം സാമൂഹ്യ മാധ്യമങ്ങൾ മാത്രമാണ്. ട്രംപിൻ്റെ അമേരിക്കയുടെ ഔദ്യോഗിക വെബ്സൈറ്റുകളിലെല്ലാം ഇന്ത്യയിലെ ജനങ്ങൾ അവരുടെ എക്സിലും മറ്റും ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇന്ത്യക്കാരുടെ പ്രതിഷേധം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ ഈ രാജ്യത്തെ നരകക്കുഴി എന്ന് വിശേഷിപ്പിച്ച ട്രംപിന് മറുപടി നൽകാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഖേദകരമായ ഒരു വസ്തുത. ട്രംപിന്റെ പരാമർശം അങ്ങേയറ്റം അപമാനകരവും ഇന്ത്യ വിരുദ്ധവുമാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഒരു വിസ്മയമായി നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. നാനാജാതി മതസ്ഥർ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന ഹൈന്ദവനും ക്രൈസ്തവനും സിഖുകാരനും മുസൽമാനും ജൂതനും പാഴ്സിയും എല്ലാം ഒരേ രാജ്യത്ത് ഇത്രത്തോളം സൗഹൃദത്തോടെ ജീവിക്കുന്നെന്ന് ലോകത്തിന് തന്നെ ഒരു വിസ്മയമാണ്. ആ രാജ്യത്തെയാണ് നരകക്കുഴി എന്ന് ട്രംപ് വിശേഷിപ്പിച്ചത്. എന്തിനാണ് ഈ ട്രംപിന്റെ ഇത്തരത്തിലുള്ള വിടുവായുത്തത്തിന് കുടപിടിക്കുന്ന ഒരു സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്? അല്ല, നമുക്കറിയാം പല വിഷയങ്ങൾ വരുമ്പോഴും ട്രംപിനെതിരെ വാ തുറക്കാൻ മോദിയും കേന്ദ്ര സർക്കാരും തുനിയാറില്ല. അതുപോലെയാണ് എനിക്ക് ഒരു സംശയമായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഉള്ള ഒരു സംശയമായിരിക്കും, എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ വിഷയത്തോട് പ്രതികരിക്കാത്തത്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പോലെ ഈ വിഷയത്തോട് പ്രതികരിക്കാത്തത് എന്താണ്? അപ്പോ മോദി സമ്മതിക്കുന്നുണ്ടോ ഇന്ത്യ നരകക്കുഴിയാണെന്ന്? അതുകൊണ്ടാണോ പ്രതികരിക്കാത്തത്? കേരളത്തിലെ മാത്രമല്ല, ഇപ്പൊ ഇന്ത്യയിലെ തന്നെ എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കുമ്പോഴും, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ഒരു പരാമർശം വരുമ്പോൾ എന്തുകൊണ്ടാണ് മോദി ഇങ്ങനെ മൗനമായി തന്നെ തുടരുന്നത്? എന്താണ് മോദിക്ക് ഇത്ര മൗനം? പല വിഷയങ്ങളിലും മോദി എന്തുകൊണ്ടാണ് ഇത്തരം ഒരു നിലപാടെടുക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടിയാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. BJPക്കാരടക്കം എപ്പോഴും പറയുന്നത് ഇന്ത്യയിൽ ഇത്രതല്ലൊരു പ്രധാനമന്ത്രി ഇല്ല, ഇന്ത്യക്ക് വേണ്ടിയാണ് ആ മനുഷ്യൻ ജീവിക്കുന്നത്, ഇന്ത്യക്ക് വേണ്ടിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് ഇന്ത്യക്കെതിരെ ഒരു പരാമർശം വരുമ്പോൾ മൗനമായിരിക്കുന്നത്. അത് ട്രംപിനെ ഭയന്നിട്ടാണോ എന്നുള്ള ഒരു ചോദ്യമുണ്ടല്ലോ. എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ പോലും മോദി എടുക്കുന്ന, അല്ലെങ്കിൽ മോദി പറയുന്ന ട്രംപുമായിട്ടുള്ള സൗഹൃദവും ഉണ്ടായ വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതൊക്കെ കൊണ്ടാണോ മിണ്ടാതിരിക്കുന്നത് ചോദിച്ചാൽ പോലും എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരും ഒരു നിലപാട് എടുക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ടല്ലോ. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഇന്നും ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. തീർച്ചയായും നയതന്ത്ര പ്രതിഷേധം രേഖപ്പെടുത്തണം, പ്രധാനമന്ത്രി നയതന്ത്ര പ്രതിഷേധം രേഖപ്പെടുത്തണമെന്നും ഓരോ ഭാരതീയന്റെയും ആത്മാഭിമാനത്തെയും വികാരത്തിനെയുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുറിവേൽപ്പിച്ചത് എന്നാണ് കോൺഗ്രസ് പാർട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ തന്നെ നയതന്ത്ര പ്രതിഷേധം രേഖപ്പെടുത്തണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം കേന്ദ്ര സർക്കാരിന് പുച്ഛിച്ച് തള്ളാൻ കഴിയില്ല. കാരണം രാജ്യത്തെ ജനങ്ങളുടെ വികാരത്തെ മാനിക്കാത്ത ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്കാകെ അപമാനകരമായി മാറുകയാണോ എന്നൊരു സംശയം രാജ്യത്തെ ജനങ്ങൾ ഉന്നയിച്ചാൽ അതിൽ ആരെയും കുറ്റം പറയാൻ കഴിയില്ല. വിഷയത്തിൽ പ്രധാനമന്ത്രി പുലർത്തുന്ന മൗനത്തെയാണ് കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നത്. ട്രംപിന് മുന്നിൽ പ്രധാനമന്ത്രി ഒന്നും മിണ്ടില്ലെന്ന് തങ്ങൾക്കറിയാമെന്നും പലതവണ ഇന്ത്യയെ അധിക്ഷേപിച്ചിട്ടും മോദി പ്രതികരിക്കാത്തത് ദൗർഭാഗ്യകരമാണെന്നും കോൺഗ്രസ് പ്രതികരിക്കുന്നു. അത് കോൺഗ്രസിന് മാത്രമല്ലല്ലോ, ട്രംപിനും അറിയാമല്ലോ. എന്തൊക്കെ ഇന്ത്യയെ പറഞ്ഞാലും മോദി ട്രംപിനെതിരെയോ അല്ലെങ്കിൽ ആ പറയുന്ന ആരോപണങ്ങൾക്കെതിരെയോ സംസാരിക്കില്ല എന്ന് ട്രംപിന് ഉറപ്പാണല്ലോ. തീർച്ചയായും രാജ്യം കണ്ട ഏറ്റവും ദുർബലനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നും അദ്ദേഹത്തിന്റെ ഈ നിലപാട് കാരണം രാജ്യം വലിയ പ്രത്യാഘാതങ്ങൾ നേരിടുകയാണെന്നുമാണ് കോൺഗ്രസിന്റെ കുറ്റപ്പെടുത്തൽ. പല വിഷയങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള വിഷയങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിക്കാൻ താനാണ് മധ്യസ്ഥത വഹിച്ചതെന്ന തരത്തിൽ ഈ ട്രംപ് ഒരു പ്രസ്താവന ഇറക്കിയപ്പോൾ അതിന് മറുപടി കൊടുക്കാൻ താങ്കളല്ല
ഇന്ത്യ രാജ്യമാണ് ഇത് അവസാനിപ്പിച്ചത്, ഇന്ത്യയാണ് ഇതിന് വിരാമം കുറിച്ചതെന്ന് പറയാനുള്ള തന്റെ ഇടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് കാട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഇത്തരത്തിൽ ട്രംപിന് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. അമേരിക്കയിലെ കുടിയേറ്റ നയങ്ങളെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെയാണ് സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ, അതാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ പേര്, ആ ട്രൂത്ത് സോഷ്യൽ വഴിയാണ് ട്രംപ് വിവാദ പരാമർശം നടത്തിയത്. കാലിഫോർണിയയിലെ ടെക്നോളജി മേഖലയിൽ ഇന്ത്യക്കാരും ചൈനക്കാരുമാണ് തൊഴിലുകൾ കൈകാര്യം ചെയ്തതെന്നും ഇതിനു പുറമെ കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകുന്ന അമേരിക്കൻ നിയമങ്ങളെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയനെ ക്രിമിനൽ സംഘടനയെന്ന് വിളിച്ച ട്രംപ് അവർക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. സംഘടിത കുറ്റകൃത്യങ്ങൾ തടയാൻ ഉപയോഗിക്കുന്ന റിക്കോ നിയമപ്രകാരം ഇവർക്കെതിരെ നടപടി വേണമെന്ന ട്രംപിന്റെ വാദം വലിയ വിവാദങ്ങൾക്ക് വഴി തുറന്നിട്ടിരിക്കുകയാണ്. ഇന്ത്യക്കാരാണ് അവിടെ പോയി ജോലി ചെയ്യുന്നത്. അവർ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അല്ലെങ്കിൽ ഈ രംഗത്ത് ഇന്ത്യയുടെ തൊഴിലാളികളുടെ നൈപുണ്യത്തെയാണ് ഇപ്പോൾ ഈ ട്രംപ് അപമാനിച്ചിരിക്കുന്നത്. അവരുടെ നൈപുണ്യത്തെയാണ് ട്രംപ് കളിയാക്കിയത്. ഇത് നരകക്കുഴിയാണെങ്കിൽ ഇന്ത്യയിലെ തൊഴിലാളികളാണ് ഈ സാങ്കേതിക മേഖലയിൽ അമേരിക്കയുടെ വളർച്ചയ്ക്ക് ഉതകുന്ന പ്രവർത്തനം നടത്തുന്നത്. അതിനെയാണ് ഇന്ത്യയിലെ 130 കോടിയിലധികം വരുന്ന ജനങ്ങളെ അപമാനിച്ചിട്ടും BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നാഴികയ്ക്ക് 40 വട്ടം നീളമുള്ള നാക്കുമായി ദേശസ്നേഹവും രാജ്യസ്നേഹവും പാടി നടക്കുന്ന BJPയുടെ ഒരു ദേശീയ നേതാവ് പോലും ഇതിനെ അപലപിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? അല്ല, ഞാൻ പറഞ്ഞല്ലോ പല വിഷയങ്ങളിലും പ്രധാനമന്ത്രിക്ക് എന്തൊക്കെ ഒളിക്കാനുള്ള അല്ലെങ്കിൽ ട്രംപുമായുള്ള വിഷയത്തിൽ അല്ലെങ്കിൽ ട്രംപിനെതിരെ സംസാരിച്ചാൽ പ്രധാനമന്ത്രി അടക്കം പെട്ടുപോകുമെന്ന് BJPക്ക് അറിയാം. പ്രധാനമന്ത്രി വാ തുറക്കാത്ത പക്ഷം നമുക്കറിയാം, കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ മാധ്യമങ്ങളോട് പോലും സംസാരിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് പേടിയാണ്. സാധാരണഗതിയിൽ നമ്മൾ മാധ്യമങ്ങളോട് ഇതിനു മുൻപുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും മാധ്യമങ്ങളെ കണ്ടിരുന്നു, മാധ്യമങ്ങളുമായി സംസാരിച്ചിരുന്നു. അപ്പൊ ഇനി പ്രധാനമന്ത്രി എന്തെങ്കിലും കാരണവശാൽ മാധ്യമങ്ങളെ കാണുകയാണ് എങ്കിൽ പോലും മാധ്യമങ്ങൾ ചോദിക്കുന്ന അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തയ്യാറാകാറില്ല. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്ന രീതിയാണ്. അപ്പൊ 12 വർഷമായി എന്താണ് ഒരു ഏകാധിപതിയാണ് ഭരിക്കുന്നത്. മോദി വാ തുറക്കാത്ത പക്ഷം BJPക്ക് വാ തുറക്കാനാകില്ല. BJPയിലെ ഒരു ദേശീയ നേതാക്കൾക്കും വാ തുറക്കാനാകില്ല. കാര്യം എന്തൊക്കെയോ കാര്യങ്ങളിൽ മോദി ട്രംപിനെ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപിനും അറിയാം, ഇന്ത്യ ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ വിമർശിച്ചാലും എന്തൊക്കെ അധിക്ഷേപിച്ചാലും മോദിയോ BJPയോ വാ തുറക്കില്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വാ തുറക്കില്ല എന്ന ഉറപ്പ് ട്രംപിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നിലപാട് ട്രംപ് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും രാജ്യത്തിന്റെ പരമാധികാരത്തിന് മുകളിലുള്ള ഒരു കടന്നുകയറ്റം മറ്റൊരു രാഷ്ട്രത്തിന്റെ നേതൃത്വം വഹിക്കുന്ന ആൾ നടത്തുമ്പോൾ കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയും നടത്തുന്ന മൗനം രാജ്യത്തെ ജനങ്ങളെ അപമാനിക്കുന്ന തുല്യമാണ്, നമ്മുടെ ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിക്കുന്നതിന് തുല്യമാണ്. നേരത്തെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള പ്രധാനമന്ത്രിമാർ, അതിൽ കോൺഗ്രസുകാരനും BJPക്കാരനും എല്ലാം രാജ്യം ഭരിച്ചപ്പോഴും മറ്റൊരു രാജ്യം, അതായത് ഇന്ത്യയുമായി സൗഹൃദത്തോടെ നിൽക്കുന്ന രാജ്യമായാലും ഇന്ത്യയുടെ ശത്രു രാജ്യമായാലും അവർ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ ഒരു പ്രസ്താവന ഇറക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്ന ഒരു നിലപാട് അവരുടെ ഭാഗത്ത് ഉണ്ടാവുകയോ ചെയ്താൽ ശക്തമായ ഭാഷയിൽ അതിനെ അപലപിക്കുന്ന അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുന്ന ഭരണകർത്താക്കളായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആരെയോ ഭയമാണ്. എന്തിനാണ് ട്രംപിനെയും അമേരിക്കയും ഭയക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ എപ്സ്റ്റീൻ ഫയൽസിന്റെ പേടിയാണോ നരേന്ദ്രമോദിക്ക് എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നാഴികയ്ക്ക് 40 വട്ടം രാജ്യത്തെ ജനങ്ങളെ ഞാൻ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുന്നു, ഞാൻ രാജ്യത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെയും സംഘപരിവാറിന്റെയും രാഷ്ട്രസ്നേഹം അല്ലെങ്കിൽ രാജ്യസ്നേഹം അമേരിക്കൻ പ്രസിഡന്റിന് അടിയറ വെക്കുകയല്ലേ? തീർച്ചയായും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മോദി ജീവിക്കുന്നത് ഈ രാജ്യത്തിന് വേണ്ടിയാണ്. എനിക്ക് കുടുംബമില്ല, എന്റെ കുടുംബം എന്ന് പറയുന്നത് ഈ രാജ്യമാണ്, എന്റെ അമ്മയാണ് ഈ രാജ്യം എന്ന് പറയുന്ന അതേ മോദിയാണ് ഇപ്പോൾ ട്രംപിന്റെ വിഷയത്തിൽ ഇത്തരമൊരു നിലപാടെടുക്കുന്നത്. അമേരിക്ക എന്ത് പറഞ്ഞാലും, അമേരിക്ക എന്ത് പറഞ്ഞാലും, ട്രംപ് എന്ത് പറഞ്ഞാലും അത് അവിടെ രാജ്യസ്നേഹമില്ല, അവിടെ ഭയമാണ്. എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാൽ അത് മോദിക്കും ഈ രാജ്യത്തിനെതിരെ എന്നല്ല, മോദി എന്ന പ്രധാനമന്ത്രിക്കെതിരെയുള്ള കാര്യമാകും, അല്ലെങ്കിൽ താൻ കുടുങ്ങുമെന്ന പേടി തന്നെയാണ് മോദിക്ക്. അതുകൊണ്ട് തന്നെയാണ് അപ്പൊ രാജ്യസ്നേഹം മറക്കും, നിശബ്ദമായി തന്നെ ഇരിക്കും മോദി. ഇനിയും ട്രംപ് എന്തെങ്കിലും വിവാദപരമായ പരാമർശം നടത്തിയാൽ പോലും മോദി വാ തുറക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും രാജ്യത്തെ ജനങ്ങളെ ഒന്നടങ്കം അപമാനിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ പ്രതിഷേധം രേഖപ്പെടുത്താൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യാറാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.